നടി ശ്രീവിദ്യ മുല്ലച്ചേരിക്കെതിരെ അറസ്റ്റ് വാറന്റ് വന്നിട്ടുണ്ട്. വിഷുക്കൈനീട്ടം എന്ന പേരിൽ വ്യാജ ആപ്പ് പ്രൊമോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ഇടയ്ക്കാണ് ഈ ആസ്ട്രോ ടോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തല്ലോ സർ. അപ്പൊ ഇപ്പോഴാണ് 4 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇപ്പോഴാണ് അറസ്റ്റ് വാറന്റ് വന്നിരിക്കുന്നത്. 1 ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 ലക്ഷം രൂപയല്ല, ഏതാണ്ട് 1,76,000 രൂപ. 2 ലക്ഷം അടുത്ത്. 2 ലക്ഷം അടുത്ത്. പക്ഷെ പുള്ളിക്കാരി ഇപ്പൊ പാരീസിലാണ്. ഓക്കെ. ഹസ്ബൻഡുമായി ചേർന്ന് പാരീസിൽ ചെന്ന് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പൊ ഏതാണ്ട് പുറത്തേക്ക് വന്നു. ഈ സംഭവം എന്താണെന്ന് ആദ്യം ഒന്ന് കേൾക്കണുണ്ട്. എന്നിട്ട് ഇവരെയൊക്കെ കാണുന്ന ആളുകൾ ഈ വേഷം കെട്ടൊക്കെ കാണൽ നിർത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവരുടെയൊക്കെ ലൈഫിൽ ഇവര് മറ്റേ ഈ ശ്രീവിദ്യ മുല്ലശ്ശേരി ഞാൻ നേരത്തെ തന്നെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. മറ്റേ എന്തോ ഒരു കോമഡി പ്രോഗ്രാം, മറ്റേ എല്ലാരും കൂടി കിടന്ന് വിളങ്ങിക്കുന്ന ഒരു പ്രോഗ്രാമിൽ വന്ന് നിൽക്കുന്നു. അപ്പൊ ഇവരുടെയൊക്കെ ഒരു USP എന്താ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എനിക്ക് വളരെ ഇഷ്ടമാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവരക്കേടാണ്. ശ്രദ്ധിച്ചു നോക്കട്ടെ. ഇപ്പൊ റിമി ടോമി അവർക്ക് വായി തോന്നി എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് കോടിയേരി ബാലകൃഷ്ണൻ അവിടെ വന്നിരിക്കണേ. കോടിയേരി ബാലകൃഷ്ണൻ ശ്രദ്ധിക്കണേ. കോടിയേരി ബാലകൃഷ്ണൻ അവിടെ വന്നിരിക്കുമ്പോൾ റിമി ടോമി ചോദിക്കണേ ഉടനെ എല്ലാ ദിവസവും ഈ വെള്ളയും ഇട്ട് മുണ്ട കൊടുത്ത് കിടക്കുമ്പോൾ ഒരു ബോറിംഗ് ആയി തോന്നൂലേ? ഇടക്കൊന്ന് ജീൻസ് ഒക്കെ ഇടാൻ ആഗ്രഹം തോന്നൂലേ? സത്യം പറഞ്ഞാൽ അത് കേട്ട് ഞാൻ ആദ്യമായിട്ട് കോടിയേരി ബാലകൃഷ്ണൻ തകർന്ന് തരിപ്പണോണ് ഞാൻ കണ്ടത് അപ്പോഴാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും വിവരം കെട്ട ഒരു സ്റ്റേജിൽ ഞാൻ എത്തിപ്പെട്ടല്ലോ എന്നുള്ളതാണ് വിചാരിക്കുന്നത്. മനസ്സിലായി? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കാം. അയാളൊരു രാഷ്ട്രീയമായ അല്ലെങ്കിൽ അതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ പ്രതീക്ഷിക്കണം. പക്ഷെ പുള്ളിക്കാരി ഇതാ ചോദിക്കണം. പിന്നെ പുള്ളിക്കാരുടെ ഷോ ഏതാണ്? എന്താണ് 1 1 3 1 അതായത് 1 1 ഇവർക്ക് ഒരിക്കലും 2 ആവൂല. കാരണം ഇവരെ സംബന്ധിച്ച് അതെപ്പോഴും 3 ആയിരിക്കും. അതേപോലെ തന്നെയുള്ള ഒരു കഥാപാത്രമാണ് ശ്രീവിദ്യ മുല്ലശ്ശേരി എന്ന് പറഞ്ഞാൽ എപ്പോഴും മറ്റേ തെറ്റുകൾ, എനിക്ക് തെറ്റ് പറ്റുന്നു, എനിക്ക് പൊട്ടത്തരം പറ്റുന്നു, ഇങ്ങനെ മണ്ടത്തരം പറ്റുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെല്ലിംഗ് പോയിന്റ്. പക്ഷെ ഇവരൊന്നും അത്ര മണ്ടന്മാരല്ല. ഇവരൊക്കെ ഈ മണ്ടന്മാരാണ് എന്നുള്ളത് അഭിനയിച്ചുകൊണ്ട് നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഇപ്പൊ പ്രസ്റ്റീജ് എന്ന് പറഞ്ഞ കമ്പനി അല്ലെങ്കിൽ പല കമ്പനികളും, ഇപ്പൊ ഞാനടക്കമുള്ള ആളുകൾ പല കമ്പനികളും നടത്തിയപ്പോ അതിന്റെ പേരിലൊക്കെ കൺസ്യൂമർ കോർട്ടിൽ നിന്ന് കേസൊക്കെ വരും. ഇപ്പൊ പ്രസ്റ്റീജിനൊക്കെ തന്നെ നിരവധി കേസുകളുണ്ട്. പക്ഷെ അവരാണ് ഏറ്റവും കൂടുതൽ പ്രഷർ കുക്കർ സെല്ല് ചെയ്യുന്നത്. അതുകൊണ്ട് അത് തെറ്റൊന്നുമില്ല. പക്ഷെ പരാതിയൊക്കെ വരും, അതൊക്കെ സ്വാഭാവികം. പക്ഷെ ഇവര് ചെയ്തേക്കണ പണി എന്താണെന്ന് താങ്കൾക്കറിയാം? ഇന്ത്യയിൽ എങ്ങുമില്ലാത്ത, ഇന്ത്യയിൽ അഡ്രസ് പോലും ഇല്ലാത്ത ഒരു ട്രേഡിംഗ് ആപ്പ് അവര് ശരിക്കും പറഞ്ഞാൽ കൊടുത്തിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, ആ ഡീറ്റെയിൽസ് അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ഇവരൊരു വീഡിയോ ചെയ്തേക്കണേ. ആ വീഡിയോ തന്നെ ഞെട്ടിച്ചത്. ആ ഞെട്ടിച്ച വീഡിയോ എന്ന് വെച്ചാൽ വിഷുവിനാണ് ഇവരുടെ വീഡിയോ. ഞാൻ 1.5 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം ഒക്കെ ആളുകളുണ്ടല്ലോ. അപ്പൊ അവർക്ക് എല്ലാവർക്കും വിഷു കൈ നീട്ടം എനിക്ക് നേരിട്ട് വന്ന് തരാൻ പറ്റില്ല. ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് വിഷു കൈ നീട്ടം നേരിട്ട് വന്ന് തരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ട്. പക്ഷെ എനിക്കത് തരാൻ പറ്റില്ലല്ലോ. ആ വിഷു കൈ നീട്ടത്തിന് പകരമായിട്ട് ഒരു ട്രേഡിംഗ് ആപ്പ്, അതുവഴി നിങ്ങൾ വെറുതെ ഒരു എമൗണ്ട് ഇട്ട് ട്രേഡ് ചെയ്തോ, നിങ്ങൾക്ക് കാശ് കിട്ടിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ്. ഇതുപോലെ തന്നെയാണ് മറ്റേ നമ്മുടെ പാവം പിടിച്ച കഷ്ടപ്പാടിൽ നിൽക്കുന്ന മറ്റേ റിമി ടോമിയും അതുപോലെ തന്നെ വിജയ് യേശുദാസും ഒക്കെ മറ്റേ റമ്മി കളി വിറ്റത്. റമ്മി കളിക്കും പണക്കാരനാകുമെന്ന് പറഞ്ഞാണ് വിറ്റത്. അപ്പൊ ഈ പുള്ളിക്കാരി അങ്ങ് വിറ്റു. ആ ആപ്പ് കളിച്ചിട്ടാണ്, ആ ആപ്പിൽ ട്രേഡ് ചെയ്തിട്ടാണ് അയാൾക്ക് കാശ് പോയത്. അയാളെ ട്രേഡ് ചെയ്ത് കാശ് വന്നു. അപ്പൊ കാശ് വന്നപ്പോൾ ഇവര് പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകം എന്ന് വെച്ചാൽ ട്രേഡ് ചെയ്തേ, ഞാൻ ട്രേഡ് ചെയ്തു, അപ്പൊ തന്നെ എനിക്ക് കാശ് വന്നു. ഇനിയിപ്പോ നമുക്ക് Paytm വഴിയോ അല്ലെങ്കിൽ മറ്റേ ഇത് വഴിയോ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഉടനെ തന്നെ പിൻവലിക്കാന്നാണ്. അങ്ങനെ ആപ്പിനകത്ത് പിൻവലിക്കാൻ പറ്റില്ല. അപ്പൊ അയാൾ നേരെ കേസിന് പോയി. കേസിനുമായിട്ട് അനുകൂലമായിട്ട് വിധിയായിട്ട് ഇപ്പൊ കഴിഞ്ഞ ഏപ്രിലായിട്ട് വിധിയായതാണ്. ഇപ്പൊ ഇത്ര നാളായിട്ടും മറ്റേ പോലീസ് ആക്ഷൻ എടുത്തിട്ടില്ല. കാരണം പോലീസ് ആക്ഷൻ എടുക്കൂലല്ലോ. കാരണം ഇവര് വിളിക്കുമ്പോഴത്തേക്ക് ഇവർ ആരെക്കൊണ്ടെങ്കിലും പറയിപ്പിക്കലോ സംസാരമൊക്കെ ഉണ്ടാവും. മനസ്സിലായി? ഈ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡാണ് മറ്റേ സുരേഷ് ഗോപിയായിട്ട് ഏതോ സിനിമയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ബന്ധമൊക്കെ ഉള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് പോലീസ് അനങ്ങിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ നാട്ടിൽ വെരികിനെ വെടിവെച്ചു വന്നവനെ പോലീസ് ഓടിച്ചിട്ട് പിടിച്ച് കൊണ്ടുപോകണേ. വെരികിന സ്വന്തം കൃഷിയിടത്തിലേക്ക് വെരികിനെ വെടിവെച്ചു വന്നവനെ പിടിച്ചിട്ട് ഫോട്ടോ ഇതിങ്ങനെ ഇട്ടേക്കണം. ഏത് 4 മറ്റേ ആളുകൾ, അത് 4 മറ്റേ ഇങ്ങനെ നിൽക്കണ 4 മറ്റേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇവരും കൂടി ഇങ്ങനെ നിൽക്കണം. വെരികിനെ വെടിവെച്ചെന്ന് വയ്യ. അപ്പൊ കേരള അവധിയിൽ വന്ന കൃത്യ വാർത്തയാണ്, എൻ്റെ വാർത്തയാണ്, ഞാൻ വീഡിയോ ചെയ്താണ്.
വാർത്ത കണ്ട് വെരികിന് വെടിവെച്ചു എന്ന് അവനെ എന്ത് ചെയ്തിരിക്കുന്നു, പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കണം. ഈ പാലക്ക് പ്രാന്തണ്ട. സ്വന്തം കൃഷിയിടത്തിലേക്ക് കയറിയ വെരിക്, അതിനെ പിന്നെ അവൻ വെടിവെച്ചു അല്ലാതെ ഉമ്മം വെക്കുവോ? ഒരു കൃഷിയിടം മൊത്തം തകർത്തിട്ട് കൂടെ എന്ത് ചെയ്തു? ഒന്ന് ആലോചിച്ചു. നമ്മുടെ നാട്ടിലെ അവസ്ഥ. പാമ്പിനെ തല്ലിക്കൊല്ലാൻ പറ്റില്ല. പാമ്പ് വന്ന് നമ്മുടെ കാലുമേ കടിച്ചെന്ന് വെച്ചോ, നമ്മൾ പാമ്പിനോട് ഇങ്ങനെ എടുത്തിട്ട് പറയണം വിടൂ പ്ലീസ് വിടൂ എന്ന് പറയണം. അല്ലാതെ പാമ്പിനെ അങ്ങനെ നമ്മൾ തല്ലിക്കൊന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു കേസിന് പോകേണ്ടി വരും. അപ്പൊ എന്നാ മറ്റേ മോഹൻലാലിന്റെ കയ്യിൽ 4-5 ആനക്കൊമ്പ ഇരിക്കണം, അത് പ്രശ്നമില്ല. പുള്ളിക്ക് അവിടെ പത്മഭൂഷണും മറ്റേ പരമവീർ ചക്രയും പലതും കൊടുത്തിട്ട് എന്ത് ചെയ്യും? എടുക്കും. കാരണം എന്ന് വെച്ചാൽ മോഹൻലാലാണല്ലോ, പുള്ളി കാശുണ്ട്. അതുപോലെ തന്നെ ഇത് ഞാൻ വിചാരിക്കണേ, ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിന് പോലും ഇത്ര ഇൻഫ്ലുവൻസ് പോലീസിലൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? എന്നിട്ട് കാശടക്കാൻ പറഞ്ഞ് വിധി വന്നു. വിധി വന്നതിന് ശേഷം ഇനി അടുത്തൊരു കാര്യം ഉണ്ട്. ഇവരുടെയൊക്കെ ബുദ്ധി എന്തോരം ഉണ്ടെന്ന് നോക്കണം. അതും കൂടി പറയണം. വിധി വന്നല്ലോ, അപ്പോഴും തട്ടിപ്പ് നിർത്തിയിട്ടില്ല. അപ്പൊ കോടതിയിലേക്ക് പോയേക്കണേ. ഏത്? മേൽക്കോടതിയിലേക്ക് പോയേക്കണേ. എന്താണെന്നറിയാമോ? അതുവരെ വാദിച്ചുകൊണ്ടിരുന്ന അഭിഭാഷകനുണ്ട്. ആ അഭിഭാഷകനെ അപ്പത്തിനെതിരെ ഒരു പരാതി കൊണ്ട് ബാർ കൗൺസിലിൽ കൊടുത്തോടാം. എന്നിട്ട് ആ അഭിഭാഷകൻ, ഏറ്റവും വലിയ കോമഡി, ആ അഭിഭാഷകൻ വേറൊരു പീഡന കേസിലെ പ്രതിയാണ്. ഒരു ബലാത്സംഗ കേസിലെ പ്രതിയാണ് ആര്? അഭിഭാഷകൻ. ആ അഭിഭാഷകന് അതുമായി ബന്ധപ്പെട്ട തിരക്കുകൾ ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയത്? വാദിക്കാൻ വന്നില്ല. ഈ നാട്ടിൽ താങ്കൾക്ക് അറിയോ എന്തോരം പാവപ്പെട്ട ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകൾക്കെതിരെ അനാവശ്യമായിട്ട് കേസുണ്ടെന്ന്? ഞാൻ പറയണില്ല. ഇപ്പൊ ഞാനടക്കം പലരും അനുഭവസ്ഥരായിട്ടുള്ള ആളുകളുണ്ട്. ഇവിടെ കോടതികളിൽ ആരെങ്കിലും കൊണ്ടൊരു പരാതി വെറുതെ കൊടുത്താൽ മതി, അപ്പൊ തന്നെ അവനെ എന്ത് ചെയ്യും? നിങ്ങളിപ്പോ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റേ ഫോറിൻ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ആരെങ്കിലും വെറുതെ കൊണ്ട് പരാതി കൊടുത്താൽ ഒന്നിലേക്ക് വിളിച്ചു വരും, കാശ് മേടിക്കും. കാശ് മേടിക്കാത്തവൻ അപ്പൊ തന്നെ തട്ടിപ്പ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? പ്രതിയാക്കും. ആ നാട്ടിലാണ് ഇത്തരത്തിലൊരു കാര്യം നടക്കണം. എന്നിട്ട് ഇവന് ഇതുപോലെ ശരിക്ക് കൃത്യമായി ഹാജരാകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങള് മറ്റേ വാദിക്കാതിരുന്നത്. അതുകൊണ്ട് ഇത് വീണ്ടും റീട്രയൽ നടത്തണമെന്ന് പറഞ്ഞ് അവര് അപേക്ഷയായിട്ട് പോയി. ഇതിൽ ഈ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മുല്ലശ്ശേരി, ശ്രീവിദ്യ മുല്ലശ്ശേരിക്ക് മറ്റേ ഇത് ശ്രീവിദ്യ മുല്ലശ്ശേരിക്ക് ഇതുപോലെ ഒരു, അതായത് ഈ പറയുന്ന കാര്യം, അതായത് ഇത്തരത്തിലുള്ള ഒരു വിധി ഉണ്ടായി നിൽക്കുമ്പോ ഈ ശ്രീവിദ്യ മുല്ലശ്ശേരി വേറൊരു വീഡിയോ ഇട്ടുണ്ട്. അത് കണ്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി എന്നെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കോമഡി വീഡിയോ. മുഖ്യമന്ത്രി ഇങ്ങനെ ചതിയായിരുന്നു പറഞ്ഞേക്കണം. പിന്നെല്ലാം നല്ല കാര്യമാണ്. പക്ഷെ ആദ്യത്തെ വാചകം ഇതാണ്: മുഖ്യമന്ത്രി ഇങ്ങനെ ചെയ്തു, കിഞ്ചലൊക്കെ ആയിട്ട് എന്ത് ചെയ്തേക്കണം, ഒരു വീഡിയോ ഇട്ടേക്കണം. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വെറുതെ ഈ വേഷം കിട്ടുക. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ വീണ്ടും വാദിച്ചു, വീണ്ടും തോറ്റു. അതിനുശേഷമാണ് ഇപ്പൊ എന്ത് ചെയ്തേക്കണ, 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം, അവന്റെ കൊടുത്ത കാശ് വേറെ, പിന്നെ 5000 രൂപ അതിന്റെ ഇൻട്രസ്റ്റ്, കോടതി ചെലവ്, ഇത് കൂടാതെ ഇൻട്രസ്റ്റും കൂടി വരുമ്പോ ഏതാണ്ട് 1,76,000 രൂപ ഇത് കൊടുക്കാവുന്നവർക്ക്. പിന്നെ ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ, ഈ ട്രേഡിംഗ് ആപ്പിന് ഇന്ത്യയിൽ ഒരു ഓഫീസില്ല, അഡ്രസ് ഇല്ല. ഇപ്പോഴും വീണ്ടും കാശ് കിട്ടിയാൽ ഇവരെന്ത് ഇപ്പോഴും ചെയ്യണ്ടല്ലേ? ഇപ്പൊ നമ്മള് കഴിഞ്ഞോടെ ഇതില്ലേ മറ്റേ എന്താണ് ആസ്ട്രോ ടോക്ക് ഇങ്ങനെ എടുക്കൂ, മറ്റേ എന്ത് ചെയ്യൂ, അതങ്ങ് അടിച്ചു കൊടുത്ത് അപ്പൊ തന്നെ വീട് പണിയും. എന്നിട്ട് വീട് പണിയാൻ ഞാൻ ഒരുപാട് സ്ഥലം നോക്കി നടന്നു. അപ്പൊ കിട്ടിയില്ലാത്തപ്പോ ഞാൻ ഉടനെ ആസ്ട്രോ ടോക്ക് എടുത്തു. ഈ നാട്ടിലെ മണ്ടന്മാരായിട്ടുള്ള ആളുകള് എന്തൊക്കെ രീതിയിൽ പറ്റിക്കപ്പെടണമെന്ന് ആലോചിക്കുക. ആസ്ട്രോ ടോക്ക് എടുത്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എല്ലാവർക്കും വീട് വെക്കുകയൊക്കെ എന്ത് ചെയ്തൂടെ? എനിക്ക് ഓർമ്മയുള്ളത് പഴയൊരു പത്രപരസ്യമുണ്ട്. ആ പത്രപരസ്യം, അത് ഗംഭീര പരസ്യമായിരുന്നു. അത് എനിക്ക് ശരിക്കും അവനോട് എനിക്ക് ബഹുമാനമുണ്ട്. ആ ബഹുമാനം എന്ന് വെച്ചാൽ പുള്ളി ഒരു പരസ്യം കൊടുക്കായിരുന്നു. അതായത് കോടീശ്വരനാകാനുള്ള എളുപ്പ വഴികൾ. ആദ്യത്തെ 10,000 പേർക്ക് മാത്രമേ കിട്ടുള്ളൂ. ആദ്യത്തെ 1 ലക്ഷം പേർക്ക് മാത്രമേ ഈ വഴി ഞാൻ പറഞ്ഞു കൊടുക്കുള്ളൂ. അതിന് 1000 രൂപ എന്ത് ചെയ്യണം, നിങ്ങള് മറ്റേ 1000 രൂപ അടച്ച് നിങ്ങൾ 1000 രൂപ മണി ഓർഡർ അയക്കണമെന്ന് പറഞ്ഞ് ഇടും. ജീവിതത്തിൽ നിരാശ ചെയ്തൊക്കെ എളുപ്പ വഴികളാണ്. ഒരു വഴി നിങ്ങൾക്ക് എന്ത് അയച്ചു തരുമെന്ന് പറയും. കുറെ പേര് 10,000 പേർക്കാരെ അയച്ചു കൊടുക്കണം. 10,000 പേർക്ക് എന്ന് പറഞ്ഞാൽ 10,000 പേരിലല്ലോ അയക്കാൻ പോണ. ഒരുപാട് പേര് ഇതുപോലെ അയക്കും. എല്ലാവർക്കും തിരിച്ച് ഒരു മറുപടി എഴുതി അയച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്താൽ മതി. മനസ്സിലായ? അതായത് 10,000 പേരുടെ 1000 രൂപ കിട്ടുമ്പോ എന്ത് ചെയ്യും? ആ കാശി കയ്യിലേക്ക് വരും, കിട്ടും. പിന്നെ 10,000 എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, വേറവൻ അയച്ചിട്ടുണ്ട് ഇവൻ അയച്ചിട്ടുണ്ടെന്നൊക്കെ അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യത്തെ പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തരില്ല എന്ന് പറയണം.
മറ്റാരും പറയാത്ത വഴി കറക്റ്റാൻ അവൻ കോടീശ്വരനായി. ഈ നാട്ടില് മര്യാദക്ക് നടക്കുന്നവന്റെ പേരിൽ പല കേസും തലവേദനയൊക്കെ വരും. ഇങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല, കാരണം അവർ ഇനിയും ഇതുപോലെ തന്നെ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു വിഷുവിനാണ് ചെയ്തേക്കണം. അപ്പൊ ഇവരുടെ വിശ്വാസമൊക്കെ എന്താണ്? അതിന്റെ വിഷു ദിനത്തിൽ ഇവരുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഏത് കണ്ണനോടൊപ്പം ഉണ്ണിക്കണ്ണ, മറ്റേ കണ്ണ എന്നൊക്കെ വിളിച്ചുകൊണ്ട്. ഏത് ഉണ്ണിക്കണ്ണൻ? ഒരു വിശ്വാസമില്ല ഇവർക്ക്. എന്നിട്ട് മറ്റേ ഭയങ്കരമായ തത്വചിന്തകൾ, മറ്റേ സ്നേഹം. ഇത് ഞാൻ വേറൊരു ആളെ കുറിച്ച് പറയാം. ആ പുള്ളിയുടെ ഡയലോഗ് ഉണ്ട്. വേറൊരു സോഷ്യൽ മീഡിയ, പേര് പറയുന്നില്ല, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ഭാര്യയും ഭർത്താവും ഒക്കെ തന്നെ സീരിയലിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു മ്യൂസീഷ്യനൊക്കെയാണ്. പുള്ളിയുടെ ഒരു ഡയലോഗ് ആയിട്ട് എന്റെ കണ്ണുകളിൽ എന്തായിരുന്നു സർ? പുള്ളി പറയണേണ്ട, നിങ്ങൾക്ക് കേട്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. ഭാര്യ മറ്റേ നായിക എന്നാണ് ഭാര്യയെ വിളിക്കണ, ഡയറക്ടർ എന്നാണ് ഭർത്താവിനെ വിളിക്കണം. അങ്ങനെ ഒരു ഫാമിലി. അപ്പൊ പുള്ളി പറയണേ, പുള്ളി എന്തിന്റെ ലേഹിയോ എന്തോ മരുന്നോ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. അപ്പൊ പുള്ളി പറയുന്ന ഡയലോഗുണ്ട്, ഈ മരുന്ന് നിങ്ങൾക്ക് മേടിക്കാം, ഇത്രയാണ് കാശ്, ഇതാണെന്ന് കാശ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരസ്യമൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞേ, ഒറ്റ കാര്യമുണ്ട്, ഇത് നിങ്ങൾ ഉപയോഗിക്കണം. ഉപയോഗിക്കാത്തവർക്ക് ഞാൻ എത്ര കാശ് തന്നാലും ഈ സാധനവും തരലിട്ടാന്ന്. പുള്ളിയൊക്കെ ഞാൻ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒക്കെ എത്ര മോഹനാണെന്ന് ഞാൻ ആലോചിക്കും. അതായത് പെപ്സിയോ കൊക്കക്കോളയോ ആപ്പിളിന്റെ സ്റ്റീവ് ജോബ്സോ ടാറ്റയോ ബിർളയോ ആരും നമ്മളോട് ഇന്നുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉണ്ടാ നമ്മൾ ഇന്നൊരു ആപ്പിൾ ഫോൺ മേടിക്കാൻ വേണ്ടി ഉപയോഗിക്കണം, അല്ലാതെ ഉപയോഗിക്കാതെ വെറുതെ വേസ്റ്റ് ആയി കളയാനാണെങ്കിൽ നിങ്ങളുടെ ഇത് പണം മേടിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാ. എന്തൊക്കെ. അപ്പൊ എന്നിട്ട് താഴെ കമന്റാണ്, ചേട്ടന്റെ ആ നന്മയുള്ള ഹൃദയം ഞങ്ങൾ എന്ത് ചെയ്യരുത്, കാണാതെ ഇത്രയും നാൾ കുറെ ഒരു പുള്ളിക്കാരിട്ട് കാണാതെ പോയല്ലോ, ചേട്ടന്റെ നന്മയുള്ള ഹൃദയം ഞാൻ കാണാതെ പോയല്ലോ, എന്തെങ്കിലും ഒരിക്കൽ നിങ്ങളെ കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. എന്നിട്ട് മറ്റേ ഭയങ്കര ഇത്, നിങ്ങളുടെ ഹെൽത്ത് ഈസ് വെൽത്ത്, വെൽത്താണ് ഹെൽത്ത്, എല്ലാം ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു, യോഗ, മറ്റേ മണ്ണാങ്കട്ട മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു. വേറൊരു പുള്ളിക്കാരി വന്നില്ലേ, ഫേസ് യോഗ. ഫേസ് യോഗ എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു. ഫേസ് യോഗ. എന്നിട്ട് ഫേസ് യോഗ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് എന്താ, അപ്പം മസിൽസ്, ജോയൽ മസിൽസ് ഇതൊക്കെ എന്ത് ചെയ്യും, എന്നിട്ട് കക്ഷത്തിലൊക്കെ കൈയിട്ടിട്ട് എന്ത് ചെയ്യും, തിരുമ്പുണ്ട്. അപ്പൊ എനിക്കറിയില്ല സത്യത്തില് ഈ ഫേസിനൊന്നും ഒരു യോഗയുടെ ഒന്നും ആവശ്യമില്ല. കാരണം എന്താ, നമ്മൾ ചിരിക്കുകയും കരയുകയും ചവക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഫേസിലുള്ള മസിൽസ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ പറഞ്ഞ ഇതെല്ലാം ഈ രാവിലെ എഴുന്നേറ്റിട്ട് ഇതൊരു 3 കോഷ്ടി കാണിച്ചാൽ നമ്മുടെ പുറത്തൊരു ഗ്ലോ വരും എന്നുള്ള. അത് ശരിയാണ്ട. കാരണം എന്താ അറിയാമോ, നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ പിടിക്കുക, പിന്നെ ഇങ്ങനെ പിടിക്കുക, പിന്നെ ഇങ്ങനെ പിടിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വെക്കുക. അപ്പൊ ഒരു ഗ്ലോ ഉണ്ട്. ആ കൊള്ളാം. ആദ്യത്തെ 3 വൃത്തികേടായിരുന്നു, ഇപ്പൊ ഒരു ഗ്ലോ. ആ ഗ്ലോ. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഫേസ് ഒക്കെ പഠിക്കാനുള്ള കോഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആഴ്ചയിൽ 5 മണിക്കൂർ ജസ്റ്റ് സ്പെൻഡ് ചെയ്യും. നിങ്ങളുടെ പുറത്തൊരു ഗ്ലോ വരും. നമ്മുടെ ആളുകൾക്ക് തലക്ക് ഭ്രാന്താണല്ലോ. അതുകൊണ്ട് എന്ത് വെച്ചാൽ ഗ്ലോ വരുത്തിയില്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഗ്ലോ വരുത്താൻ വേണ്ടിയിട്ട്. അതൊരുപാട് പേര് ചെയ്യുന്ന കാര്യമാണ്. എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ ഈ രാവിലെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ ഒരിക്കൽ യാത്ര ചെയ്തപ്പോ എന്റെ കണ്ണ് നിറഞ്ഞ ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച എന്ന് പറയുന്നത് മറ്റേ നമ്മുടെ ഈ പുള്ളിയില്ലേ, നമ്മുടെ മുൻ മറ്റേ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം മരിച്ചപ്പോ ഒരു സംഘടനയും ആഹ്വാനം ചെയ്യാതെ ഒന്നും ചെയ്യാതെ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഫോട്ടോ കേരളം മുഴുവൻ പല ഇതിലും വെച്ചിരുന്നു. എന്താ, നമ്മളുടെ സോക്കോൾഡ് സൗന്ദര്യം അദ്ദേഹത്തിന് ഇല്ലാഞ്ഞിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല. പകരം എന്താ, അദ്ദേഹത്തിന്റെ നന്മയും ഈ പറഞ്ഞ പോലെ ബുദ്ധിയും കഴിവും മിടുക്കിനെയൊക്കെ നമ്മൾ ആദരിച്ചിരുന്നു. അതേ അൾട്ടിമേറ്റ്ലി നിലനിൽക്കുള്ളൂ. മനസ്സിലായി? നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയോ എന്നുള്ളതാണ് പ്രശ്നം. അല്ലാതെ മോഹൻലാൽ സുന്ദരനായതുകൊണ്ടല്ല നമുക്ക് തോന്നണേ. അപ്പൊ ഇപ്പൊ ആളുകളൊക്കെ താഴെ ഒന്ന് കവനെ, മോഹൻലാൽ സൗന്ദര്യം ഇല്ലടാ, നീ എന്ത് പറയണം എന്നൊക്കെ ചോദിക്കും. എന്റെ പൊന്നെ അതുകൊണ്ടൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ശ്രീനിവാസനോട് നമുക്ക് എന്താ താല്പര്യം? നമ്മുടെ സോക്കോൾഡ് സൗന്ദര്യമല്ലെന്നേ, നമുക്ക് അവരോടൊരു താല്പര്യം തോന്നുന്നത് അവരുടെ ബുദ്ധിയും മിടുക്കും അവർ ചെയ്യുന്ന ജോലിയിലെ കഴിവും കൊണ്ടാണ്. അല്ലാതെ സച്ചിൻ ടെണ്ടുൽക്കർ 4 അടിച്ചെന്നോ ക്രിക്കറ്റ് കളിച്ചെന്നോ വെച്ചാൽ നമുക്ക് 5 രൂപയുടെ ദാനം മേടിച്ചു തരുമോ? 5 കിലോ അരി മേടിച്ചു തരുമോ? പ്രജിത് ഇപ്പോഴും തലയിറങ്ങി കൂടാൻ ഞാൻ എടുക്കുമായിരിക്കും, അല്ലാതെ സച്ചിൻ ടെണ്ടുൽക്കർ വന്നിട്ട് എടുക്കും. പക്ഷെ എന്നേക്കാൾ കൂടുതൽ സച്ചിൻ ടെണ്ടുൽക്കറോട് താങ്കൾക്ക് താല്പര്യമുണ്ട്. ശരിയല്ലേ? സച്ചിൻ ടെണ്ടുൽക്കർ രാത്രി 12 മണിക്ക് താങ്കളുടെ വീട്ടിലേക്ക് വന്ന് താങ്കൾ പറയും വാ ഏറി ഇരിക്കുന്നു പറയും. അല്ലാതെ ഞാൻ വന്നിട്ട് കൂട്ടിയിട്ട് പറഞ്ഞു എനിക്ക് എൻജോയ് ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രജിത ആണെങ്കിൽ മുമ്പ് വെച്ചൊക്കെ പറയില്ല ഞങ്ങൾ സ്വീകരിച്ചിരുന്നു, കോപ്പ് സ്വീകരിച്ചിരുന്നു. അല്ലെങ്കിൽ ഈ പ്രജിത സ്വീകരിച്ചിരുത്താൻ വേണ്ടി പോയാൽ പോലും വീട്ടുകാർ ഏതാണ് അറിയോട് എന്ന് പറയും. അല്ല ശരിയല്ലേ?
അതേസമയം മോഹൻലാൽ പാതിരാത്രി 12 മണിക്ക് വന്നിട്ട് നിങ്ങളുടെ കോളിംഗ് ബെൽ അടിച്ചിട്ട് പറയണത് എനിക്കൊരു നെഞ്ചുവേദന എടുക്കണ മാറി വല്യമ്മ കിടക്കുന്ന കട്ടിൽ മാത്രം ബാലൻസ് ഉള്ളു, കട്ടിലില്ലെന്ന് വെച്ചാൽ അപ്പൊ വല്യമ്മനെ പിടിക്കുമ്പോൾ താഴെ കിടന്നിട്ട് മോഹൻലാലിനുള്ള കിടക്കുന്നു പറയും. മനസ്സിലാ? ഇത് പിണറായി വിജയന്റെ കാര്യത്തിലും മോദിയുടെ കാര്യത്തിലൊക്കെ സെയിമാണ്. മോദി രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാണ് ഞാനിപ്പോ മോദിയെ വിമർശിക്കുകയാണ്, നാളെ രാവിലെ പ്രൈം മിനിസ്റ്റർ മോദിയാണ്, രതീഷ് ചക്രപാണി, ഐ വുഡ് ലൈക്ക് ടു സീ യു. ഓക്കെ, നാളെ രാവിലെ വന്ന് എയർപോർട്ടിൽ വരുമ്പോഴത്തേക്കും ഫ്ലൈറ്റ് ടിക്കറ്റും എല്ലാ കാര്യവും ഉണ്ടാവും, നിങ്ങൾ നേരെയൊക്കെ പോരുന്ന പറഞ്ഞാൽ നമ്മളേലും. കാരണം നമ്മൾ അവരെ ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. കാരണം അവരുടെ പണി അവർ ഗംഭീരമായി ചെയ്തു. ഇതൊക്കെ മനസ്സിലാക്കാതെ മറ്റേ ആസ്ട്രോ ടോക്ക്, കീസ്ട്രോ ടോക്ക്, ലേഹ്യം, ഈ ലേഹ്യം പക്ഷേ നിങ്ങൾ വെറുതെ ഉപയോഗിക്കാതെ ഞാൻ തരില്ലേട്ടാ. അങ്ങനെ നിങ്ങൾ വെറുതെ കാശ് കളഞ്ഞിട്ട് മേടിക്കാച്ച് വെച്ചിട്ട് അങ്ങനെ ഞാൻ തരില്ല. അതായത് നന്മയുടെ പീപ്പോളും ഏത് സത്യം പറഞ്ഞ ദൈവത്തിന് പോലും ഇങ്ങനെയില്ലെന്ന് നിങ്ങൾ ആലോചിക്കണം. മനസ്സിലായി? നമ്മുടെ മഹാഭാരതവും രാമായണവും ബൈബിളും ഒക്കെ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് പോലും ഇത്രയും നന്മ, അവര് പോലും ഇത്രയും നന്മയുടെ പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല. അതാണ് മറ്റേ മണ്ടനായിട്ടൊക്കെ അഭിനയിച്ച് ഇവരെന്ത് ചെയ്യുന്നു. എന്നിട്ട് മറ്റേ മുല്ലശ്ശേരിയോടൊക്കെ ചോദിക്കുകയാണ് 5ഉം 5ഉം എത്ര എന്ന് ചോദിക്കുമ്പോൾ 12 എന്ന് പറയുക, എന്നിട്ട് ചിരിക്കുക. എനിക്ക് കണക്കറിയാൻ പാടില്ല കേട്ടോ, എനിക്ക് കണക്കറിയില്ല. എവിടെ കണക്കറിയില്ലെന്ന് 1,76,000 രൂപ കറക്റ്റ് കണക്കറിയാം. മനസ്സിലായോ? എന്നിട്ടാണ് വേറെ വക്കീലിനെ വെച്ചിട്ട് ആ വക്കീലിന് ഭ്രാന്തായിരുന്നു, അയാൾ മറ്റേ ഇവിടെ പോയതാണ്, അത് മറ്റേ കേസിൽ പെട്ട് അയാൾ തിരക്കിലായി, അതുകൊണ്ട് എനിക്ക് വാദിക്കാൻ പറ്റില്ല. അത്രയും പറയുന്ന ആള് നമ്മളോട് നമുക്ക് കണക്കെന്ന് പറയാൻ പാടില്ല. ഞാൻ പണ്ട് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയി. അപ്പൊ അവിടെ ഏറ്റവും ആദ്യമേ തന്നെ ഞാൻ കയറുമ്പോ, ഞാൻ ഏതാ സ്ഥലം എന്ന് പറയുന്നില്ല, ആ കയറുമ്പോ അവിടെ പ്രാർത്ഥനയൊക്കെയാണ്. നിങ്ങൾ ആകാശത്തിലെ പറവുകൾ നോക്കൂ, അവർ വിതക്കുന്നുമില്ല കൊയ്യുന്നുമില്ലെന്ന്. അപ്പൊ ഞാൻ പ്രതീക്ഷ കൂടി. കാരണം വെച്ചാൽ ഒരു 5 ക്ലാസ് റൂം വാടക എടുക്കാനാണ്. അപ്പൊ വലിയ വിലപേച്ചിൽ ഉണ്ടാവൂലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആകാശത്തിലെ പറവുകൾ എന്ത് ചെയ്യുന്നില്ല, വിതക്കുന്നില്ല കൊയ്യുന്നില്ല. ഞാൻ കേറിയപ്പോ 5 ക്ലാസ് റൂം ഒരു ദിവസത്തേക്ക് വാടക എടുക്കുക എന്നോട് പറഞ്ഞ പ്രൈസ് കിട്ടി ഞാൻ തലമറിച്ചു. ലാസ്റ്റ് 1.5 മണിക്കൂർ അവിടെ നിന്ന് തർക്കിച്ച് നെഗോഷിയേറ്റ് ചെയ്താണ് എന്ത് ചെയ്ത്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ചോദിച്ചു, നമുക്കൊരു കുഴപ്പമുണ്ടല്ലോ പ്രീത, നമ്മൾ ഇടയ്ക്കൊക്കെ സത്യം പറഞ്ഞു. അപ്പൊ നമ്മൾ എത്രയൊക്കെ അഭിനയിക്കാൻ ശ്രമിച്ചിട്ട് നമ്മൾ ഇടയ്ക്ക് ചോദിച്ചു. അങ്ങനെയല്ല സഹോദരി, ഞാൻ പറഞ്ഞ സിസ്റ്ററെ, നിങ്ങള് മറ്റേ ആകാശത്തിലെ പറവകൾക്ക് ഇതൊക്കെ ഇതൊന്നും വേണ്ട. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമുക്കിവിടെ ചിക്കനും മറ്റേ മട്ടപ്രായം കൊഴിഞ്ഞ് കഴിക്കണം. അല്ലാതെ പറവകൾക്ക് കുഴപ്പമില്ല. പറവകൾക്ക് മറ്റേ ഗോതമ്പോത്രം കുത്തി തിന്നാ മതി. ഇത്രയുണ്ട് സംഭവം. അല്ലാതെ ഇതിന്റെ ഇടയ്ക്ക് കൂടി ഭയങ്കരമായ ഡെക്കറേഷൻ ഒന്നും ആവശ്യമില്ല. മനസ്സിലായി? അനൂപ് മേനോൻ ഇതുപോലെ തന്നെ ഫൈൻ ഇട്ടതാണ്. ഇതുപോലെ എന്താണ് മുടി കറക്കുവന്ന മമ്മൂട്ടിക്കെതിരെ ഒരു കേസ് ഉണ്ടായതാണ്. എന്താണ് മറ്റേ ഒരു സോപ്പിന്റെ പരസ്യം കാണിച്ചിട്ട് പുള്ളി പറഞ്ഞു ഇത് പാല് പോലെ വെളുക്കുമെന്നൊക്കെ പറഞ്ഞു. എവിടെ വെളുക്കാൻ? ആ മേടിച്ചവന്റെ കുടുംബം വെളുത്ത് ലാസ്റ്റ് അവൻ കേസിന് പോയപ്പോഴത്തേക്കും പിന്നെ അതൊക്കെ കമ്പനിക്കാർ വന്ന് അടച്ചോളും. ഇത് പക്ഷെ പെട്ട്. കാരണം എന്താ വെച്ചാൽ ഈ കമ്പനിക്ക് ആകെ 1 മാസം 2 മാസത്തെ പ്ലാനേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ട്രേഡിംഗ് ആപ്പ് നിർത്തി അവർ പോകും. പിന്നെ കമ്പനി മറ്റേ ടെക്സാസിലൊക്കെ ഉണ്ട്. ടെക്സാസ് വരെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ? ഏത് 1 ലക്ഷം രൂപയ്ക്ക് പ്രൊഡക്റ്റ് മേടിച്ചവൻ 5 ലക്ഷം രൂപയ്ക്ക് ടെക്സാസ് വരെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റുമോ? കമ്പനിക്കെതിരെ കേസ്. അതുകൊണ്ട് അതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷെ ഇവരൊക്കെ ഭയങ്കര അഭിനയിക്കും. പണത്തോടൊന്നും നമുക്ക് എന്തില്ല, ആർത്തിയില്ലല്ലോ. പണത്തോടൊന്നും ആർത്തി. ചീട്ട് കളിച്ച് വരുമാനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആളുകളെ പറ്റിച്ച് മറ്റേ മേടിക്കുന്നു. പക്ഷെ പണത്തോട് എന്തില്ല. എന്റെ ഓഫീസിൽ വന്ന ഒരാളെ ജോയിൻ ചെയ്തു, ഈ അങ്കവാലി എന്നുള്ള ഒരു റിട്ടയർഡ് പ്രൊഫസറാണ്. അപ്പൊ പുള്ളി ആദ്യമേ തന്നെ എന്നോട് പറയണ കേട്ടാ, ഞാൻ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. സാലറി എത്രയെന്നോ പണം എത്രയെന്നോ സാർ ഒരിക്കലും നമ്മളോട് യു ജസ്റ്റ് സീ മൈ പെർഫോമൻസ്. പണമൊന്നും എനിക്ക് സെക്കൻഡറി ആണ്. ഒരു എൻഗേജ്മെന്റ്, അത് മാത്രം എനിക്ക് എന്ത് എള്ളുന്നാണല്ലോ പറഞ്ഞ. ഞാൻ പുള്ളി തൃശ്ശൂർ വരെ ഞാൻ പറഞ്ഞു വിട്ടു. അതിന്റെ പേയ്മെന്റ് കൊടുത്തു, ടൈയെ കൊടുത്തു, അതിന്റെ പെട്രോൾ കാശ് കൊടുത്തു, ഇതെല്ലാം കൊടുത്തു. പുള്ളി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പൊ പുള്ളിക്ക് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ ഇതിന്റെ ക്യാഷും കൂടെ കൊടുത്തു. ഏത് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പുള്ളിക്ക് ക്യാഷ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അത് പുള്ളിക്ക് എന്ത് ചെയ്ത് കൊടുത്തു. പുള്ളി വീട്ടിൽ കയറി കഴിക്കാന്ന് കഴിച്ചിരുന്നു. അത് പറ്റിയില്ല. അപ്പൊ എനിക്ക് അതിന്റെ ക്യാഷ് വേണമെന്ന് അത് കൊടുത്തു. 2 ദിവസം ഉണ്ടായുള്ളൂ ഓഫീസിലിട്ടാ. 1.5 ദിവസമായപ്പോ പുള്ളി എന്നെ വിളിച്ചിട്ട് ചോദിക്കണേ, ഇത് കേൾക്കണോട്ടോ, പുള്ളി എന്നെ വിളിച്ചിട്ട് ക്യാഷ് എന്തല്ല
ക്യാഷ് ഈസ് സെക്കൻഡറി. ക്യാഷ് നമുക്ക് വിഷയമല്ലല്ലോ. സാറേ 2 വൈറ്റ് പേപ്പർ അവിടെ നിന്ന് മേടിച്ചു. അപ്പൊ അതിന് 50 പൈസയാണ് ഒരെണ്ണത്തിന്. അപ്പൊ 1 രൂപ കൊടുത്ത് അതൊന്ന് എത്രയും പെട്ടെന്ന് കൂടെ എത്തിക്കണു. ഗൂഗിൾ പേ ഒന്നും ഇല്ലാത്ത സമയത്താണ് 1 രൂപ എങ്ങനെ എത്തിക്കും പ്രജിത? പുള്ളി പറയണ പുള്ളിക്ക് കൊടുത്ത ക്യാഷ് എന്ത് ചെയ്തു? റിട്ടയർഡ് പ്രൊഫസറാണ്, എത്ര വരുമാനം കിട്ടുന്ന അറിയോ? 1 രൂപ എന്ത് ചെയ്യണോന്ന് കൊടുക്കണം. ഞാൻ പറഞ്ഞു സാറേ ഞാൻ അങ്കമാലിയിലെ പുള്ളി താമസിക്കണ, അവിടെ ഒരു രാജ സ്കൂളുണ്ട് അതിന്റെ അടുത്ത്. ഞാൻ പറഞ്ഞു സാറേ 1 രൂപക്ക് വേണ്ടി ഞാൻ അങ്ങോട്ട് ലാസ്റ്റ് ഒരു 1.5 മണിക്കൂർ ഞാനുമായിട്ട് ഈ 1 രൂപയുടെ കാര്യത്തിൽ എന്ത് ചെയ്യുമെന്നുള്ള സംഭാഷണം ഉണ്ടായതിനു ശേഷം പുള്ളി ലാസ്റ്റ് എന്നോട് ഒരു ദയവ് കാണിച്ചു. എന്താണെന്നറിയാമോ? കുഴപ്പമില്ല സാർ, ഇനിയിപ്പോ നാളെ രാവിലെ 9 മണിക്ക് വരുമ്പോ തന്നാ മതി. ഏത് രാവിലെ ശ്രദ്ധിക്കണോ? ഏത് 9 മണിയാണ് ഓഫീസ് ടൈം. 9:05 മുമ്പ് പുള്ളിക്ക് എന്ത് ചെയ്യണം? എത്ര രൂപ? 1 രൂപ. കേട്ട് ഞാൻ കാറ് ഓടിച്ചോണ്ടിരിക്കുമ്പോൾ കേൾക്കണം. എന്റെ കേട്ടിരുന്ന വേറൊരു പുള്ളിയോട് ചോദിക്കുന്നുണ്ട്, സാറേ വണ്ടി അങ്ങ് എടുക്കും, പുള്ളിക്ക് പോയി 2 അടിയും കൂടി കൊടുത്തിട്ട് അതിന്റെ കാശ് കൂടി കൊടുത്തിട്ട് വരും. അതിനോട് പറഞ്ഞു, എന്റെ ഡ്രൈവറിനോട് പറഞ്ഞു, സാറേ നമുക്ക് അങ്ങോട്ട് വണ്ടി എടുക്കാം, അയാളെ പോയി 2 കൊടുത്തിട്ട് അയാൾക്ക് അതിന്റെ കാശ് കൂടി സാറ് കൊടുത്തിട്ട് പോയിരിക്കും. 1 രൂപയ്ക്ക് വേണ്ടി 1.5 മണിക്കൂർ. ഏത് എന്നിട്ട് ഈ പിറ്റേ ദിവസം രാവിലെ ഇനി ഇതും കഴിഞ്ഞില്ല, പിറ്റേ ദിവസം രാവിലെ വന്ന് 1 രൂപ കൃത്യമായിട്ട് പുള്ളിയുടെ കയ്യിലേക്ക് കൊടുത്ത് പുള്ളി റെസീറ്റ് ഒക്കെ എഴുതി ഒപ്പിട്ട് അത് കളക്കം വെച്ച്. അപ്പൊ പുള്ളിയുടെ അടുത്ത ഡയലോഗ്, സാറിന് അറിയാലോ പണം എനിക്ക് സെക്രട്ടറിയാണ്. ഉച്ച വരെയുള്ള പേയ്മെന്റ് ഇപ്പൊ ഇന്ന് വന്നതിന്റെ ഹാഫ് ഡേ പേയ്മെന്റ്, അതിനുവേണ്ടി മരിക്കുമെന്ന് എനിക്കറിയാം. ആ പേയ്മെന്റ് കൂടി മേടിച്ചിട്ട് സാറ് 12 മണിക്ക് എന്ത് ചെയ്തു? ആ പുള്ളിയോട് അല്ല 1 മണി വരെ നിൽക്കാം, വേണ്ട 11-11:30 എന്ത് ചെയ്തു? അതെന്താ സാറിനെ പോലെ ആളെ നമുക്ക് ഇവിടെ അത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് പുള്ളി 1 മാസം കഴിഞ്ഞപ്പോ എന്നോട് പറയണേ, സാർ ഇപ്പൊ എവിടെയെന്ന് ചോദിച്ചു. ഞാൻ തൃശ്ശൂർക്ക് പോകണം. ഞാൻ വെറുതെ നോണ പറയണ്ട, തൃശ്ശൂർക്ക് പോകണമെന്ന്. പുള്ളി പറയണേ വീട്ടിൽ വന്ന് ഊണ് കഴിക്കാന്നു. അപ്പൊ ഞാൻ ഊണിന് എത്ര രൂപയാണ് സാറേ ചോദിച്ചു. ഊണ് എത്രയാണ്? അപ്പൊ പുള്ളിയുടെ അടുത്ത കമന്റ് ആണ്ട, അതാണ് എന്നെ ഞെട്ടിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ച പുള്ളി നേരെ തിരിച്ചു പറയാൻ പോണായേ നമ്മൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ രേഷ, വീട്ടിൽ വന്ന് ഊണ് കഴിക്കുന്ന കാശെന്ന് കഴിയുമ്പോ അതൊന്നും കുഴപ്പം. വീട്ടിൽ വന്ന് ഊണ് കഴിക്കുന്ന സാറ് കാശ് തരണം സാർ, അങ്ങനെ നമ്മളെ ചെറുതാക്കരുത്. ഒരു മര്യാദ ഇല്ലാത്ത ചോദ്യം എൻ്റെ അടുത്ത് ചോദിക്കരുത്. അങ്ങനെ കാശിനുള്ള ആക്രാന്നുള്ള ഒരുത്തരല്ല ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അതൊക്കെ ശരി, പക്ഷെ സാർ എന്നെ കാണണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവില്ല എന്ന് പുള്ളി പറഞ്ഞേ. ഒരു 10 ലക്ഷം, എന്റെ വൈഫ് ഇപ്പൊ പുതിയ LIC ഏജന്റ് ആയിട്ടുണ്ട്, ഒരു 10 ലക്ഷം രൂപയുടെ പോളിസി എടുപ്പിക്കാനാണ്. മനസ്സിലായ? അതുകൊണ്ടാണ് 6 മാസം കഴിഞ്ഞ് ഇയാൾ ഓർത്തെന്നെ വിളിച്ചത്. അതുപോലെ മുല്ലശ്ശേരിക്ക് ഒക്കെ കാസർഗോഡ് നിന്നുള്ള വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. പിന്നെ അവരെ സംബന്ധിച്ച് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഇതുപോലെ കാണുന്ന എല്ലാ സാധനവും കയറി പിടിക്കേണ്ടി വരും. പക്ഷെ അതോടൊപ്പം ഇതും കൂടി എന്ത് ചെയ്തു, ഉപദേശവും കുട്ടനാടൻ മാർപ്പാപ്പയില് പ്രിയപ്പെട്ട അതിഥി പറഞ്ഞ പോലെ ഉപദേശവും പിന്നെ അത് രണ്ടും കൂടി എന്ത് ചെയ്തു, അത്രോ.